ഹലോ ഫാമിലി. അപ്പം ഞങ്ങൾ മൂന്ന് പേരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇസു അലിയും വീട്ടിലുണ്ട്. ഇസുവിനെ അലിയെ റൂമിലാക്കിയിട്ട് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഏതുവിൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതുവിന് ഹെയർ കട്ട് ലാസ്റ്റ് ചെയ്തത് ഹെയർ കട്ടല്ല, മൊട്ടയാക്കിയിരുന്നു 5th മന്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ഒരു ഹെയർ കട്ടിങ്. എന്തായാലും അലമ്പുണ്ടാക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ കളിപ്പാട്ടങ്ങളും അതും ഇതുമൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഏതൂട്ടൻ ഒരു ബഹളവും ഉണ്ടാക്കിയില്ല. മുടി വെട്ടുന്ന ആ ബ്രോയെയും പിന്നെ നമ്മളെയും അതുപോലെ തന്നെ അവിടുത്തെ കാറ്, ടോയ്സ്, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സൂര്യചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാനും ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൂടിനെയും കൂടെ കൂട്ടിയാണ് ഓട്ടത്തിന് എല്ലാത്തിനും കൂടെ ഏതൂടിനും ഉണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവൻ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ സഹകരിച്ചിരിക്കും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഏതൂട്ടം ഭയങ്കര കാമായിട്ടുള്ള അങ്ങനെ ഒരു ബേബിയൊന്നും അല്ല. ഇച്ചിരി അലമ്പൊക്കെ ഉണ്ട് കയ്യിൽ. പക്ഷേ എങ്കിലും കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കുന്ന ആ ഒരു കൂട്ടത്തിലൊക്കെയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളാണെങ്കിലും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നാണല്ലോ. അപ്പം ഞങ്ങൾ അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലും എന്താ പറയുക, അവനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. മോൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് ഇപ്പോഴും കമൻസിൽ വരുന്നുണ്ട്, കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. സംഭവം സെപ്റ്റംബർ 12-നാണ്, അതായത് തേഴ്സ്ഡേ, ഈ വരുന്ന തേഴ്സ്ഡേ ആണ്. അതിൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം ബർത്ത്ഡേ ഫംഗ്ഷൻ എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. സെപ്റ്റംബർ 12-ന് തന്നെ പറ്റുമെങ്കിൽ വൈകുന്നേരം വീഡിയോ. ഞങ്ങൾക്കറിയാം, ഞങ്ങളെപ്പോലെ തന്നെ ആ ഒരു ബർത്ത്ഡേ വീഡിയോ കാണാൻ കുറച്ച് പേര്, ഒരുപാട് പേര് ഞാൻ പറയുന്നില്ല, വളരെ കുറച്ച് പേര് കാത്തിരിക്കുന്നുണ്ട്. വളരെ കുറച്ച് പേരാണെങ്കിലും ഭയങ്കര ജെന്യൂനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളിൽ കാത്തിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു. എൻ്റെ വോയിസിന് അല്ലെങ്കിൽ എൻ്റെ വോയിസ് ഓവറിന് പഴയ ഒരു ഉത്സാഹം കാണില്ല. സംഭവം ഞാൻ കുറച്ച് ടയേർഡാണ്. ഇസുവിൻ്റെ ആലിയുടെയും നമ്മുടെ ഏതുവിൻ്റെയും ഡ്രസ്സുകളൊക്കെ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. കുറേ തപ്പി കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ പിടിക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ടേസ്റ്റിനൊക്കെ വെച്ച് അത് ചെയ്തു. എന്തായാലും അതെല്ലാം കാണിക്കാൻ ഇനിയിപ്പോൾ സമയമില്ലാന്ന് തോന്നുന്നു. ഐ മീൻ, ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇന്ന് ട്യൂസ്ഡേ ആയിരിക്കും. പിന്നെ വെനസ്ഡേ എന്തായാലും ഇതെല്ലാം കൂടി എടുത്ത് കാണിക്കാനുള്ള സമയം കിട്ടില്ല, കുറച്ച് തിരക്കുകൾ കാണും. അപ്പോൾ തേഴ്സ്ഡേയിലെ വീഡിയോയിൽ നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ലൈക്ക് എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ പറഞ്ഞേക്കാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ ചെയ്യാമല്ലോ. പിന്നെ നമ്മുടെ ഏതൂട്ടൻ ലാസ്റ്റൊക്കെ ആയപ്പോൾ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അനങ്ങാനും ഒക്കെ തുടങ്ങി. അപ്പം ഞാൻ കുറച്ച് കളിപ്പാട്ടം കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. കളിപ്പാട്ടം അയച്ചിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലെ നമ്മുടെ സ്വന്തം പ്രവീൺ ചേട്ടനാണ്. എപ്പോഴും നമ്മുടെ 2-2.5 വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള ആളെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പം ചേട്ടൻ മേടിച്ച് തന്ന കുറേ കാറ്, ബസ്, ഓട്ടോ, അങ്ങനെ കുറേ ഈ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് കളിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഒരു സെറ്റായിട്ടാണ് വന്നത്. അപ്പം അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവന് ഇനി ബഹളം എങ്ങാനും ഉണ്ടാക്കിയാൽ കൊടുക്കാമെന്നും പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നത്. അതെന്തായാലും നമുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയി എന്ന് വേണം പറയാനായിട്ട്. അവൻ ചെറുതായിട്ടൊന്ന് ബഹളം വെച്ച് തുടങ്ങിയപ്പോഴേ നമ്മളത് എടുത്ത് കൊടുത്തു. അവൻ കുറേ നേരം അത് ഓടിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഈ ഒരു പ്രായത്തിൽ കുറച്ചും കൂടി കഴിഞ്ഞാലേ എല്ലാം വായിൽ വെക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ മാറത്തുള്ളൂ. ഇപ്പം എന്ത് കിട്ടിയാലും വായിൽ വെക്കണമല്ലോ. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു, ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യമൊക്കെ അവനത് വായി വെക്കാനൊക്കെയാണ് നോക്കിയത്. പിന്നെ ഞാനിങ്ങനെ ഉരുട്ടി കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് തോടുന്നതെന്നൊക്കെ കാണിച്ചു കൊടുത്തു. സൂര്യനെ കുറേ നേരം അതെടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തു. ഇത് ഓട്ടോ, കാറ്, വാന്, അങ്ങനെ കുറേ നേരം പറഞ്ഞു കൊടുത്തു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ സെറ്റായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് അതെടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഇവന് കൊടുത്തില്ല. ഞാൻ വിചാരിച്ചു ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ, ബർത്ത്ഡേയുടെ അന്ന് തന്നെ ബാക്കിയെല്ലാം കാണിച്ചാൽ മതി എന്ന് കരുതി.
ഇതാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. വലിയ സ്റ്റൈലൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ഒരുപാട് സ്റ്റൈലിൽ പിടിച്ചില്ല. കാര്യം അവന് മുടി വളർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മുട്ടയടിച്ചിട്ട് മുടി വളർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളല്ലോ. അപ്പം ഇതാണ് അവൻ്റെ ഒരു ലുക്ക്. ഞങ്ങൾക്ക് പക്ഷെ അവിടെ ഇഷ്ടപ്പെട്ടു. ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു താഴേക്ക് തന്നെ വന്നാൽ മതി, ഇവിടെ വന്നിട്ട് മുടി വെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ താഴേക്ക് തന്നെ ഇറങ്ങി വന്നു കേട്ടോ. പക്ഷെ അന്നേരം നമ്മുടെ ഏതൂട്ടൻ നന്നായിട്ട് അലമ്പുണ്ടാക്കി. സൂർജൻ്റെ മുടി വെട്ടാനായിട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഏതൂട്ടൻ നല്ല അലമ്പായിരുന്നു. പിന്നെ ഞാനെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി വണ്ടിയൊക്കെ കാണിച്ചു കൊടുത്തു. ആകെപ്പാടെ ബഹളവും സീനുമായിരുന്നു കേട്ടോ ഏതൂട്ടൻ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നേരം അവനായിരുന്നല്ലോ വെട്ടിക്കൊണ്ടിരുന്നത്. അവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ബ്ലേഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ തന്നെ എടുത്ത് പുറത്തേക്കൊക്കെ കൊണ്ടുപോയി. അതേ വഴിയൊക്കെ കുറച്ച് നേരം നടന്നു. പിന്നെ ഇവിടെയൊക്കെ വെച്ച് കളിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് ഇവനെ ഒന്ന് മാനേജ് ചെയ്തത്. അവൻ്റെ മുടി വെട്ടിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും അവൻ്റെ ഡാഡിയുടെ മുടി വെട്ടിയപ്പോൾ അവൻ നല്ല അലമ്പായിരുന്നു എന്ന് വേണം പറയാൻ. ഞാൻ മാത്രം സുന്ദരനായ മതി എന്നാണെന്ന് തോന്നുന്നു നമ്മുടെ ഏതൂട്ടൻ പറയും. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വന്നത് റോംസ് ആൻഡ് റാക്സിലാണ് ഇസുവിനും ആലിക്കും ട്രീറ്റ്സ് മേടിക്കാനായിട്ട്. അപ്പം കുറച്ച് ട്രീറ്റ്സ് മേടിച്ചത് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അല്ലാണ്ട് സിപ്പപ്പ് അവർക്ക് അത് ഇവിടെ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് മേടിച്ചു. എന്നിട്ട് പിന്നെ വെള്ളം കുടിക്കാനായിട്ട് കയറി. നമ്മുടെ ഏതൂട്ടൻ നല്ല മിടുക്കൻ കുട്ടിയായിട്ട് കങ്കാരു ബാഗിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് യൂഷ്വലി ഉള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ട് മക്കളുടെയും. അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്സ് ഒക്കെ കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.